ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും മനോഹരമായിരിക്കുന്ന ഈ രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടെ അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത എല്ലാ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പകൽ കണ്ട് നമുക്കൊരു രാത്രി കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവനാമത്തിൻ്റെ മഹത്വം കരയേറ്റുവാൻ, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാൻ സ്തോത്രം. ഒരു ദിവസം കൂടെ കർത്താവ് തന്നല്ലോ. ഒരു പകലിൽ അധ്വാനിക്കുകയും ഭാരപ്പെടുകയും ദുഃഖിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ട് രാത്രികാലം കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തോട് നന്ദി പറയാം. എത്രയോ ആൾക്കാർ പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രി വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ച് ദൈവത്തെ ഒന്ന് ശരണം പ്രാപിച്ച് കർത്താവ് ഇന്ന് പകലിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. യാത്രകളിലും ജോലി മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ശുശ്രൂഷ മേഖലയിലും ഭവനങ്ങളിലായിരിക്കുന്ന മേഖലകളിലൊക്കെ ദൈവം ഞങ്ങളെ കരുതിയല്ലോ. അതിനെ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്ക് ദൈവസനിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസനിലേക്ക് കടന്നു വരാം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി നാം ദൈവവചനത്തിനകത്തുനിന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രിയിലെ വേദചിന്തയ്ക്ക് വേണ്ടി യെഹെസ്കേൽ പ്രവചന പുസ്തകം 37 അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37 അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വേദചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, ദൈവം സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചാൽ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടാലും കർത്താവെ, ഇല്ലായ്മകൾ നടത്തുന്ന ദൈവം, എല്ലാ അവസ്ഥകളെയും അറിയുന്ന ദൈവം, ഞങ്ങളുടെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ അറിയുന്ന ദൈവം, ഇന്ന് രാത്രി ആരെല്ലാം ഈ സന്ദേശം കേൾക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിനകത്ത് കർത്താവേ ആഴമായി ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഇടപെടേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മഹത്വം ഇടപെട്ടതിനായി സ്തോത്രം. അങ്ങയുടെ ശക്തി വ്യാപരിച്ചതിനായി സ്തോത്രം ചെയ്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്ന് രാത്രി തിരുവചനത്തെ വായിക്കുവാൻ, ഇന്ന് രാത്രി തിരുവചനത്തെ ആത്മാവിൽ മനസ്സിലാക്കുവാൻ, ഇന്ന് രാത്രി തിരുവചനത്തെ ആത്മാവിൽ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി, ഞങ്ങളെ ശക്തീകരിക്കേണ്ടതിന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കാർ ദേശത്തിൻ്റെ വിവിധ ഭാഗത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കർത്താവെ ആയിരിക്കുമ്പോൾ സമാധാനമായ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെ ജീവിതത്തിനകത്തും ഇറങ്ങേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ, ഇന്ന് രാത്രി വചനം ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വളരെ സുപരിചിതമായ ഈ വേദഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37 അധ്യായം. വേദപുസ്തകം അറിയാവുന്ന ആർക്കും അന്യമായ ഒരു അധ്യായമല്ല. യെഹെസ്കേൽ പ്രവചന പുസ്തകം അതിൻ്റെ 37 വാക്യം. ആ തിരുവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഇന്ന് രാത്രി ഈ വചനത്തിനകത്തു നിന്നാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് വരെ നമ്മൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തപരമായി കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിനകത്തു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തിരുവചനത്തിനകത്ത് ഇങ്ങനെ കാണുന്നു: ആദാമും ഹൗവയും ദൈവത്തെ കാണാതെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അവർ ഒളിച്ചിരിക്കുമ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ദൈവം അവിടെ ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പായപ്പോൾ അവർ മറഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സമയത്ത് അവരുടെ ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. അവർ മറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ വയ്യ, ഞങ്ങളെങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലും, ഞങ്ങളെങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും, ഞങ്ങൾ കുറവുള്ളവരാണ്, ബലഹീനതയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ്
അവർ മാറി നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. മാറി നിൽക്കാനല്ല, അടുത്തു വരാൻ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് കണ്ണുനീരിൻ്റെ നടുവിലും, ഏത് വേദനയുടെ നടുവിലും, നിലയില്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിലും ദൈവവേദനയെ ഇന്ന് രാത്രി യേശു കർത്താവിനെ ആമേൻ ആമേൻ ഒന്ന് ഹഗ് ചെയ്യാൻ, യേശു കർത്താവിൻ്റെ മാറോടൊന്ന് ചേർന്ന് കിടക്കാൻ. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ആ സ്ത്രീ തൊട്ടപ്പോൾ അവരുടെ വിഷയത്തിനകത്ത് പരിഹാരം വന്നതുപോലെ യേശുവിൻ്റെ ആമേൻ വസ്ത്രത്തിലേക്കൊന്ന് തൊടാൻ, യേശുവിൻ്റെ ശരീരത്തിലേക്കൊന്ന് തൊടാൻ, യേശു കർത്താവിലേക്ക് ഒന്ന് ആമേൻ മുറുകെ പിടിക്കാൻ. കർത്താവെ ആമേൻ, നിന്നിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഇന്ന് രാത്രി എൻ്റെ സകല പ്രതീക്ഷയും ദൈവത്തിലാണ്. ഇന്ന് രാത്രി എൻ്റെ സകല പ്രതീക്ഷകളും ദൈവത്തിലാണ് എന്ന് പറഞ്ഞ് ആർക്കെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നു. പ്രിയ ദൈവവേദനയെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെ ദൈവത്തിൽ ഇടപെടുന്നവർക്ക് വേണ്ടി, അങ്ങനെ ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം സ്വർഗത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ച് നമുക്ക് ഈ വേദഭാഗത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 37-ാമത്തെ അധ്യായം യെഹെസ്കേൽ പ്രവചന പുസ്തകം. ഇത് ആർക്കും അപരിചിതമായ ഒരു അധ്യായമല്ല. അസ്ഥിയുടെ താഴ്വരയിൽ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ചെയ്തതാകുന്ന ഒരു വലിയ അത്ഭുതത്തെയാണ് ഈ വേദഭാഗത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 37-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വന്ന് ഇന്ന് രാത്രി 1-2 വാക്കുകളെടുത്ത് പറഞ്ഞ 1-2 വാക്യങ്ങളെ പറഞ്ഞ് ആമേൻ ഒരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1-ാമത്തെ വാക്യം, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ 1-ാമത്തെ വചനത്തിനകത്ത് 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിനകത്ത് പറയുന്നത്. 1, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. 2, ആത്മാവെന്നെ പുറപ്പെടുവിച്ചു. 3, താഴ്വരയുടെ നടുവിൽ നിർത്തി. 4, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പ്രിയ ദൈവവേദനയെ ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകൻ്റെ മേൽ വന്നു. ആത്മാവ് വരിക അത് നമ്മെ സംബന്ധിച്ച് ഏവർക്കും സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അഭിഷേകം ലഭിക്കുക, അനോയിൻറ്റിങ്ങിനകത്ത് നിറയപ്പെടുക, ദൈവശക്തിയാൽ പിടിക്കപ്പെടുക, ദൈവാത്മാവിനാൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുക, ആത്മാവിനാൽ നടത്തപ്പെടുക, ഇതൊക്കെ വളരെ നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഈ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ 2-ാമത്തെ കാര്യം, യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നു. ആത്മാവ് വന്നപ്പോൾ 3-ാമത്തെ കാര്യം, എന്നെ പുറപ്പെടുവിച്ചു. അപ്പോൾ അകത്ത് ആത്മശക്തി കയറിയ മനുഷ്യൻ, പ്രവാചകൻ പുറപ്പെട്ടു. എങ്ങോട്ട്? താഴ്വരയുടെ നടുവിൽ. ഓക്കെ, അതുവരെ നമുക്കൊന്ന് അംഗീകരിക്കാം, മനസ്സിലാക്കാം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, അപ്പോൾ തന്നെ യഹോവയുടെ ആത്മാവ് വന്നു. ആ ആത്മാവ് അകത്ത് വന്നപ്പോൾ ആ ആത്മാവ് താഴ്വരയുടെ നടുവിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നാൽ 4-ാമത്തെ കാര്യമാണ് അതിശയിപ്പിക്കുന്നത്. മനുഷ്യന് ആമേൻ ഒരുപക്ഷെ അംഗീകരിക്കാൻ പോലും കഴിയാത്ത കാര്യം. അതിങ്ങനെയാണ്, അത് അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. നോക്കണേ, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിച്ചിട്ട് ഒരു മനുഷ്യൻ താഴ്വരയിലേക്ക് പോവുക. അപ്പോൾ ദൈവാത്മാവ് നടത്തുകയാണ് ഒരു മനുഷ്യനെ. ദൈവാത്മാവ് നടത്തുമ്പോൾ ഉയരങ്ങളിലേക്കാണ്, നമ്മളെല്ലാവരും പറയുന്നത് ഉയരത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ പ്രവാചകനെ ദൈവം താഴ്വരയിലേക്കാണ് കൊണ്ടുപോയത്. എല്ലാവരും ചിന്തിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരൊക്കെ ഉയരത്തിലോട്ടല്ലേ പോകേണ്ടത്. പക്ഷേ പ്രവാചക, തനിക്കെന്തു പറ്റി? താൻ താഴ്വരയിലേക്കാണല്ലോ പോകുന്നത്. താഴ്വരയെന്ന് മാത്രമല്ല, ആ താഴ്വര അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യനും നിൽക്കാൻ ആഗ്രഹിക്കാത്ത സാഹചര്യം, ഒരു മനുഷ്യനും നിൽക്കാൻ ആഗ്രഹിക്കാത്ത സാഹചര്യം, ഒരു മനുഷ്യനും ആമേൻ ഇങ്ങനൊരു സാഹചര്യത്തിനകത്ത് ഞാൻ വരല്ലേ എന്ന് ആഗ്രഹിക്കുന്നൊരു സാഹചര്യം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അത് തൻ്റെ ദാസൻ്റെ മേൽ അങ്ങനെ ഒരു സാഹചര്യം വന്നത് ദൈവത്തിൻ്റെ ആത്മാവ്
തൻ്റെ മേൽ ഇടപെട്ടിട്ട്, ദൈവത്തിൻ്റെ കൈ തൻ്റെ മേൽ വന്നിട്ട്, ദൈവത്തിൻ്റെ കരം തൻ്റെ മേൽ വന്നിട്ട്, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വന്നിട്ട് അത് താഴ്വരയിലേക്ക് അവനെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് അസ്ഥികൾ ഏറെ കിടന്നിരുന്ന ഒരു താഴ്വരയാണെന്ന്. നോക്കണേ, ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് താഴ്ച പ്രാപിച്ച് ഉയർച്ച പ്രാപിക്കാതെ താഴ്ചയിലേക്ക് പോയി, ഉയർച്ച പ്രാപിക്കാതെ താഴ്ചയിലേക്ക് പോയി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഉയർച്ച പ്രാപിക്കാതെ താഴ്ചയിലേക്ക് പോയി. എല്ലാവരും ചിന്തിക്കും, എന്താണ് ഈ സംഭവിക്കുന്നത്, എന്താണ് ഈ നടക്കുന്നത്, എങ്ങോട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത്? പിന്നെ നോക്കണേ, അത് മനുഷ്യൻ്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ താഴ്ച മാത്രമല്ല, അസ്ഥിയുടെ താഴ്വര. അതായത് അതൊരു ശവപ്പറമ്പാണെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ അത് അനേകരെ കൊണ്ട് കളഞ്ഞിരിക്കുന്ന അസ്ഥികളെ കൊണ്ട് കൂമ്പാരം കൂടിയിരിക്കുന്ന ഒരു താഴ്വരയാണെന്ന് വേദപുസ്തകത്തിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അനേകർ നശിച്ചു പോകുന്ന, അനേകർ മരിച്ചു പോകുന്ന, അനേകർ ഉടഞ്ഞു പോകുന്ന, അനേകർക്ക് എഴുന്നേൽപ്പില്ലാത്തൊരു താഴ്വര. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു താഴ്ച നിങ്ങളുടെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അസ്ഥിയുടെ താഴ്വരയിൽ പോയെങ്കിൽ, അനേകർ ആ അസ്ഥിയുടെ താഴ്വരയിലേക്ക് ഇസ്രായേൽ ഇറങ്ങിപ്പോയിട്ട് ജീവനുള്ളവനായി ഒരുത്തം പോലും തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ദൈവാത്മാവുള്ള നീ തിരിച്ചു വരും. സ്തോത്രം. ദൈവാത്മാവുള്ള നീ ജീവനോടെ തിരിച്ചു വരും. ദൈവാത്മാവുള്ള നീ ജീവനോടെ തിരിച്ചു വരിക മാത്രമല്ല, അവിടെ കിടക്കുന്നതിനെ കൂടെ ജീവിപ്പിക്കും. ചത്തതിനെ കൂടെ ജീവിപ്പിക്കുന്നൊരു ദൈവകൃപ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകൻ്റെ മേൽ പകരുകയാണ്. പ്രവാചക, നീ അസ്ഥിയുടെ താഴ്വരയിൽ പോയിട്ട് നീയും കൂടെ അസ്ഥിയായി പോവുകയല്ല, നീയും കൂടെ ചത്തുപോവുകയല്ല, നീ അവിടെ കിടക്കുന്നതിനെ നീ ജീവിപ്പിക്കുകയും നീ നശിച്ചു പോകാതെയും നീ അതിനെപ്പോലെ ആയിത്തീരാതെയും നീ അവിടെ കിടക്കുന്നതിനെ പോലെ ആയിത്തീരാതെയും ദുരമനവശ്യ അതിനെ കൂടെ നീ ജീവിപ്പിക്കുകയും നീ ഒരു ചരിത്രം മാറുന്ന രീതിയിൽ, ഒരു അതിശയിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരം നിൻ്റെ മേൽ ഇടപെടുകയാണ്. ആരൊക്കെയോ പറയുകയാണ്, നിനക്ക് ആത്മാവുണ്ട്, പക്ഷെ നീ നേരെ തലകുത്തുന്ന താഴോട്ടാണ് പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിൻ്റെ ഭാവി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ രക്ഷപ്പെടില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ നീ മാത്രമല്ല, നിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ ആത്മാവിൽ ജീവിപ്പിക്കുന്ന ഒരു അഭിഷേകം. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കണ്ണുകൾ തുറക്കുകയാണ്. നീ മാത്രമല്ല, നിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ വിടിവിച്ചെടുക്കുന്ന, ജീവൻ പ്രാപിപ്പിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ കരമാണ് യെഹെസ്കേലിൻ്റെ മേൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? 4 സ്റ്റേജാണ്. ദൈവത്തിൻ്റെ കൈ വന്നു, അതിന് പിന്നാലെ ആത്മാവ് ഇറങ്ങി വന്നു, അതിന് പിന്നാലെ ദൈവത്തിൻ്റെ പുറപ്പെടുവിച്ചു. അത് താഴ്വരയിലേക്കാണ് പുറപ്പെടുവിച്ചത്. 4-മത്തെ കാര്യം, അത് അസ്ഥികൾ കൊണ്ട് ഏറ്റവും നിറഞ്ഞിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പ്രവചനത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പ്രവചനത്തിനൊരു പദ്ധതിയുണ്ട്. പ്രവചിപ്പിക്കുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രവചനം തരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രവചനം പറയുന്നവൻ്റെ നാവിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രവചനം കേൾക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, പ്രവചനം തരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രവചിക്കുന്നവൻ്റെ നാവിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രവചനം കേൾക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എല്ലാ പ്രോഫസിയും ഗോഡ്സ് പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു പ്രവചനവും ദൈവത്തിൻ്റെ പദ്ധതിയല്ലാതെ പാഴായി പോകുന്നില്ല. എല്ലാ പ്രവചനങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ നോക്കണേ, 2-ാമത്തെ വാക്യത്തിനകത്ത് അവിടെ കാണാൻ സാധിക്കുന്നു, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അത് എത്ര ദുസ്സഹരമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും മുകളിലോട്ട് പോകുമ്പോൾ ഇദ്ദേഹം താഴോട്ട് പോകും, കീഴ്പോട്ട് പോവുകയാണ്, താഴ്വരയിലേക്ക്. താഴ്വര മാത്രമല്ല, അവിടെ ഒരു കൂട്ടം അസ്ഥികളുടെ കൂമ്പാരമാണ്. ഇത് കണ്ടിട്ട് ഈ മനുഷ്യനെങ്ങനെ മുമ്പോട്ട് നടക്കാൻ തോന്നുന്നു? ഇത് കണ്ടിട്ട് ഈ മനുഷ്യനെങ്ങനെ മാനസികമായി മുൻപിലേക്ക് പോകാൻ കഴിയുന്നു? പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ചുറ്റി നടക്കുമാറാക്കി. ഒരു സ്തോത്രം പറയാമോ? മാനസികമായി മുൻപിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ
മുൻപിലേക്ക് പോയാൽ ഇനി എന്താകും? വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഇനി മുമ്പിലേക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തിനകത്തും ദൈവത്തിൻ്റെ ഈ ആത്മാവ് അദ്ദേഹത്തെ ആ താഴ്വരയിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അപ്പോൾ താഴ്വരയിലേക്ക് കൊണ്ടുവന്ന ദൈവം, അസ്ഥിയെ കൺമുമ്പിൽ കാണിച്ച ദൈവം, അസ്ഥിയുടെ നടുവിൽ കൂടി അദ്ദേഹത്തെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി എന്നത് മാത്രമല്ല, അവൻ താഴ്വരയുടെ പരപ്പിൽ എത്രയും അവ അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അപ്പോൾ അതിശയിപ്പിക്കുന്നൊരു കാഴ്ച താൻ കാണുകയാണ്. ആ താഴ്വര നിറച്ചും അസ്ഥികളായിരുന്നു. ക്യാൻ യു ബിലീവ് ദാറ്റ്? നിങ്ങൾക്കതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കതൊന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ആ താഴ്വര നിറച്ചും അസ്ഥിയായിരുന്നു. ഈ താഴ്വര എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു പ്രദേശമല്ല. ആ സമതലം മുഴുവനും, ആ പ്രദേശം മുഴുവനും, ആ ദേശം മുഴുവനും, ആ താഴ്വരയുടെ സമതലം മുഴുവനും അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും അസ്ഥി തട്ടും. സ്തോത്രം. ഇന്നലകളിൽ ആരൊക്കെയോ മരിച്ചു പോയതിൻ്റെ, ഇന്നലകളിൽ ആരൊക്കെയോ നശിച്ചു പോയതിൻ്റെ, ഇന്നലകളിൽ ആരൊക്കെയോ ഉടഞ്ഞു പോയതിൻ്റെ ഓർമ്മകൾ പേറിക്കിടക്കുന്ന അസ്ഥി കൂമ്പാരത്തിൻ്റെ നടുവിൽ കൂടെ ഈ യെഹെസ്കേൽ പ്രവാചകനെ ദൈവം ചുറ്റി 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 നടക്കുമാറാക്കി. അങ്ങേ അറ്റത്തോടെത്തും തോറും പ്രവാചകനൊരു കാര്യം മനസ്സിലായി. ഈ താഴ്വര നിറച്ചും അസ്ഥിയാണ്. ഈ താഴ്വര നിറച്ചും മരണത്തിൻ്റെ ഓർമ്മയാണ്. ഈ താഴ്വര നിറച്ചും പരാജയത്തിൻ്റെ ഓർമ്മയാണ്. ഈ താഴ്വര നിറച്ചും പ്രതീക്ഷയില്ലാത്തതിൻ്റെ ഓർമ്മയാണ്. ഈ താഴ്വരയിൽ എന്തിന് ദൈവം എന്നെ കൊണ്ടുവന്നു? ഇന്ന് രാത്രി നമ്മുടെ ഒരു ചോദ്യമാണ്, എന്തിനു ദൈവം എന്നെ കൊണ്ടുവന്നു? എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവചനത്തിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പ്രവചനം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രവാചക, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ നാവിന്മേൽ നിങ്ങൾ പേറുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളുടെ നാവിന്മേൽ നിങ്ങൾ വഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ വഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ വഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒരു പക്ഷേ അവിടെ നിൽക്കുന്നവരുണ്ട്. സാങ്കല്പികമായിട്ട് ഞാനൊന്ന് പറയുകയാണ്. എല്ലാവരും യെഹെസ്കേലിൽ നോക്കി, അയ്യോ ഇതെന്ത് പ്രവാചകൻ, പ്രവചിച്ച് കീഴ്പോട്ട് പോകുകയാണ്. ആത്മാവ് നടത്തുന്ന പറഞ്ഞ് ഇദ്ദേഹം താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോകുക മാത്രമല്ല എല്ലാവരും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം മാത്രം താഴോട്ട് പോയി ഇദ്ദേഹം ചെന്ന് ചേരുന്ന ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ താഴ്വര മാത്രമല്ല, അസ്ഥികളുടെ കൂമ്പാരമാണ്. ഇതിനപ്പുറം ഇനി ഒന്നില്ല. ഇതിനപ്പുറം ഇനി ഒരു ശുശ്രൂഷയില്ല. ഇതിനപ്പുറം ഇനി പ്രതീക്ഷയില്ല. ഇതിനപ്പുറം ഇനി ആശയ്ക്ക് വകയില്ല. ഇതിനപ്പുറം മറ്റൊന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് താഴ്വരയിൽ ചുറ്റി പ്രവാചകൻ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രവാചകനോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് പ്രവാചകൻ പറയുകയാണ് 3-ാമത്തെ വാക്യത്തിനകത്ത്, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 4-ാമത്തെ വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവിൻ. നോക്കണേ, ഒരു താഴ്വര നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ഒരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, താഴോട്ട് വായിക്കുമ്പോൾ വചനം പറയുന്നു, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരും. ആമേൻ. അപ്പോൾ ഈ ശവക്കുഴി നാശമാണ്, നശിച്ചു കിടക്കുന്നതാണ്.
നിൻ്റെ ഭാവി ഇതാണ് എന്ന് പറയുന്നെങ്കിൽ, ആത്മാവാണ് നിന്നെ നടത്തുന്നതെങ്കിൽ, ഇന്ന് രാത്രി പിശാചിനോട് ചലഞ്ച് ചെയ്തോ. ഒരത്ഭുതം ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരതിശയം ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ താഴ്വരയുടെ നടുവിൽ പ്രവാചകനെ നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് പറഞ്ഞു, റെഡി ആയിക്കോ പ്രവചിക്കാൻ, തയ്യാറായിക്കോ പ്രവചിക്കാൻ. നീ കൺമുമ്പിൽ കാണുന്ന അസ്ഥി കൂമ്പാരമാണെങ്കിലും, നീ കൺമുമ്പിൽ കാണുന്ന പ്രതീക്ഷയില്ലാത്തതാണെങ്കിലും, നീ നിൽക്കുന്ന താഴ്വരയിൽ നിൻ്റെ ഓഡിയൻസ് ചത്തതാണെങ്കിലും, നിൻ്റെ ഓഡിയൻസ് പ്രതീക്ഷയില്ലാത്തതാണെങ്കിലും, നിൻ്റെ ഓഡിയൻസ് നിൻ്റെ കൺമുമ്പിൽ കാണുന്നത് ചത്തതാണെങ്കിലും, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തതാണെങ്കിലും, ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തതാണെങ്കിലും, ആത്മാവ് പറഞ്ഞ് നീ പ്രവചിക്കാൻ തയ്യാറായിക്കൂ. 4-ാം വചനം പറയുക, നീ അവയോട് പ്രവചിക്കേണ്ടത് എന്തെന്നാൽ അസ്ഥികളോട് യഹോവയുടെ വചനം കേൾക്കുവിൻ. സ്തോത്രം. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രവചിക്കാൻ പറ്റുമോ? യെസ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പ്രവചിക്കുന്നെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുകയാണ്. നിങ്ങൾ പലരും ഒരുപക്ഷെ മണ്ടാന്ന് വിളിച്ചിരിക്കും, ഒരുപക്ഷെ ബുദ്ധിഭ്രമം വന്നെന്ന് നിങ്ങളെ വിളിച്ചിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കാല് വെച്ച ദൈവ പൈതലേ, ദൈവം നിന്നെ മാനിക്കും. മനുഷ്യർക്ക് നീ ഒരു പോഷനായിരിക്കാം, പക്ഷേ ദൈവത്തിന് നീ ഏറ്റവും ശ്രേഷ്ഠനായി മാറും. ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഇവിടെ പ്രവാചകനോട് പറഞ്ഞു, പ്രവചിക്കുക. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നോക്കുവാണേ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കാൻ തുടങ്ങി. പ്രവാചകൻ അങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങി. പ്രവാചകൻ അങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, ഷഖബലധുരുക്കോ ബുറുക്കു ഷിഖിലെ ധീരകേബെ. 10-ാമത്തെ വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ അവർ ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. നോക്കോണേ, നീ ഇറങ്ങി നിൽക്കുന്ന മരണത്തിൻ്റെ താഴ്വരയാണ്. നീ ഇറങ്ങി നിൽക്കുന്ന അസ്ഥികളുടെ താഴ്വരയാണ്. ദൈവത്തിൻ്റെ ദാസ, ദൈവത്തിൻ്റെ പൈതലെ, വിശ്വാസിയെ, നീ നിൽക്കുന്നത് മരിച്ചവരുടെ ഇടയിലാണ്. നീ നിൽക്കുന്നത് അസ്ഥികളുടെ താഴ്വരയിലാണ്. ആമേ, നിന്നെയും കൊല്ലും എന്നും പറഞ്ഞ് നിൽക്കുന്നത്. അവിടെ ഇറങ്ങിയവരാരും ജീവിച്ച ചരിത്രമില്ല. പക്ഷേ യേശു നിന്നെ നോക്കി പറയുകയാണ്, നീ ചത്തുപോകില്ല, നീ അസ്ഥി കൂമ്പാരമാകില്ല, നീ ഒരു ഓർമ്മയാകില്ല. നീ ജീവനോടുകൂടെ നീ പ്രവചിച്ച് നീ ജീവിക്കും, നീ പ്രവചിച്ച് നീ ജയിക്കും, നീ പ്രവചിച്ച് നീ കരകയറും, നീ പ്രവചിച്ച് നീ മറുകര കാണും. നീ പ്രവചന ശുശ്രൂഷയ്ക്കകത്ത് അതിശക്തമായ ദൈവിക പ്രവൃത്തി നിൻ്റെ മേൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് യെഹെസ്കേലിനോട് പറഞ്ഞു, പ്രവചിക്കുക. യെഹെസ്കേൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രവചിക്കാം. കാറ്റിനോട് പറഞ്ഞു, കാറ്റേ, ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞപ്പോൾ പ്രവചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് വായ്ക്കകത്തുനിന്ന് അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വായ്ക്കകത്തുനിന്ന് പ്രവചനത്തെ എടുത്തുകൊണ്ട് കാറ്റിനെ ഒരു ഇടയൻ അടിച്ച് ഓടിക്കുന്നത് പോലെ 4 ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന അസ്ഥികളെ മനുഷ്യരൂപമാക്കിയിട്ടതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റിവിട്ടപ്പോൾ പ്രവാചക, ലോകം മണ്ടനെന്ന് പറഞ്ഞത്, ലോകം കഴിവില്ലെന്ന് പറഞ്ഞത്, ലോകം ഓഡിയൻസ് ഇല്ലെന്ന് പറഞ്ഞത്, ലോകം എന്ത് ബുദ്ധിമോശമെന്ന് പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠകരമായ നിലയിൽ പരിശുദ്ധാത്മാവിനെ മാനിക്കാൻ പദ്ധതി ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഉയർത്തി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നു, പ്രവചിക്കാൻ ചെന്നത് ഒരു അസ്ഥി താഴ്വരയിൽ എന്ന പ്രവചനം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ നിൽക്കുന്നത് വലിയൊരു മിലിറ്ററിയുടെ മുമ്പിൽ. ഉടമനമന ദുരമന വിഷ്യ
ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പ്രവാചകൻ പ്രവചിക്കാൻ ചെന്നത് അസ്ഥിയുടെ താഴ്വരെ. അവൻ പ്രവചിച്ച് കഴിഞ്ഞപ്പോൾ നിന്നത് ഒരു സൈന്യത്തിൻ്റെ മുമ്പേ, ദൈവത്തിന് വേണ്ടിയുള്ളൊരു മിലിറ്ററിയുടെ മുമ്പേ. ഉഠാമനാധര കഷേക്കല്ലേ തിരക്കേപ്പി. ദൈവം ഒരു മിലിറ്ററി പുറത്തു കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ മുമ്പേ. ആമേ ഹല്ലേലൂയ. ആമേ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയവൻ്റെ പദവി എന്താണ്? എല്ലാവരും പറഞ്ഞു പ്രവാചകൻ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നെന്ന് പറഞ്ഞ് അവൻ പോകുന്നത് കണ്ടോ താഴ്വരയിലേക്ക്? കണ്ടോ? കണ്ടോ താഴ്വരയിലേക്ക്? കണ്ടോ? അസ്ഥിയുടെ കൂമ്പാരത്തിന് നടുവിലാണ് പോകുന്നത്. പ്രതീക്ഷയ്ക്കൊരു വകയില്ല, ദൈവത്തിന് ഓഡിയൻസ് ഒന്നുമില്ല, എല്ലാം ചത്തിരിക്കുക. എന്നാൽ ആത്മാവ് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ താൻ നിൽക്കുന്നത് ഒരു മിലിറ്ററിയുടെ മുമ്പാണ്. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി പറയുന്നത് ഞാൻ ആത്മാവിൽ പറയുകയാണ്, നീ പ്രവചിച്ച് കഴിയുമ്പോൾ നിൻ്റെ സ്ഥാനം മാറാൻ വേണ്ടി പോവുകയാണ്, നിൻ്റെ ചുറ്റുപാടും മാറാൻ വേണ്ടി പോവുകയാണ്. ആ രാജ്യത്തിൻ്റെ മിലിറ്ററി നിൽക്കണമെങ്കിൽ ആ ദേശത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആ പ്രവാചകന് കിട്ടിയെങ്കിലും, സ്തോത്രം, സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ദൈവം പറഞ്ഞിട്ട് പുറപ്പെടുന്ന പ്രവാചകൻ്റെ മേൽ ഇറങ്ങുമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അതിനെ വിശ്വസിച്ചേറ്റെടുത്തുകൊണ്ട് ചുവട് വെച്ച് ആത്മാവിൽ ചിലതിനെ വെട്ടിപ്പിടിച്ച് അതിൻ്റെ അടിവേരുകളെ വെട്ടിമാറ്റി ഇന്നലകളിൽ അസ്ഥികൂമ്പാരമാക്കിയത് കൊന്ന് ആമേൻ കളഞ്ഞത്, ആമേൻ ഉടച്ച് കളഞ്ഞത്, വെട്ടിക്കളഞ്ഞത്, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ വണ്ണം മരണത്തിൻ്റെ വാക്കുകൾ പറയുന്നതിൻ്റെ അടിവേര് വെട്ടിക്കൊണ്ട് ജീവൻ്റെ വചനം പറഞ്ഞ് പ്രവചിക്കാൻ ഒരു യഹസ്കേലിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം തിരഞ്ഞു പിടിക്കുമ്പോൾ അടിയനെ അയക്കണമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ആര് തയ്യാറെടുക്കും? എല്ലാവരും ആമേൻ നിൻ്റെ പ്രവചനത്തെ കളിയാക്കിയാലും, എല്ലാവരും നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ കളിയാക്കിയാലും പറഞ്ഞാട്ടെ, പ്രൊഫസി ഈസ് എ ഗോഡ്സ് പ്ലാൻ. പ്രവചനം ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു. പ്രവചനം ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു. പ്രവചനം പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രവചിക്കുന്ന നിങ്ങളുടെ നാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രവചിക്കുന്ന നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രവചനം കേൾക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മണിക്കൂറുകൾ നിന്ന് ആത്മാവിൽ ശുശ്രൂഷിക്കേണ്ട വചനമാണ് വേഗത്തിൽ ഞാൻ ഓടിച്ചു പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം എൻ്റെ വചനത്തെ ഇങ്ങനെ പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ ഭോഷരായിരിക്കാം, ആരും വന്ദിക്കാനും പോണ്ട, നിന്ദിക്കാനും പോണ്ട, ആരും തെറ്റെന്നും പറയണ്ട, ശരിയെന്നും പറയണ്ട. പക്ഷേ നിങ്ങൾ മിലിട്ടറിയുടെ നടുവിൽ ഒരു പ്രവാചകനായി നിൽക്കും. നിങ്ങൾ ആ ഗവൺമെൻറ്റിൻ്റെ മിലിട്ടറിയുടെ നടുവിൽ പ്രവാചകനായി നിൽക്കും. ദൈവം എഴുന്നേൽപ്പിച്ച സൈന്യത്തിൻ്റെ മുൻപിൽ പ്രവാചകൻ. സ്തോത്രം. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? ആ രാജ്യത്തിൻ്റെ പ്രിയ ദൈവമക്കളെ, ആ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ കീ ദൈവം കൊടുത്തിരിക്കുന്ന പ്രവാചക നിൻ്റെ കയ്യിലാണ്. ആ രാജ്യത്തിൻ്റെ അതോറിറ്റി, അർത്ഥം ദൈവം തന്നിരിക്കുന്ന പ്രവാചക നിൻ്റെ കയ്യിലാണ്. ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പ്രവാചക നിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വാക്കിന് ചെവി കൊടുത്ത് താഴ്വരയിലേക്ക് ആത്മാവ് നടത്തുന്നത് പോലെ ഇറങ്ങുന്ന പ്രവാചക, നിൻ്റെ ഭാവി മാറി ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ ആഗതമായിരിക്കുകയാണ്. ഉടമനമന ധുരമനമന ചുടമനമന വിശ്യ. അതിശക്തമായ ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രിക്കാലം ഞാൻ തിരിച്ചറിയുകയാണ്. അതിശക്തമായ ദൈവിക പദ്ധതിയെ ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ മേലെ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ കാല് വയ്ക്കുന്നത് ഒരുപക്ഷെ നിങ്ങളൊരു ട്രാക്റ്റ് കൊടുക്കാനായിരിക്കും, ഒരുപക്ഷെ ഒരു സുവിശേഷ പ്രസംഗമായിരിക്കാം, ഒരുപക്ഷെ ഭവന സന്ദർശനമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപവസിക്കാൻ മാത്രമേ അറിയാവുള്ളൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയാവൂ. പക്ഷേ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് നിങ്ങളിറങ്ങിയാൽ ദൈവം നിങ്ങളെ മാനിക്കും. ഇനി അടുത്ത വാക്യം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 11-ാം വാക്യം, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നുവെന്ന്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. നോക്കണേ, അപ്പോൾ
ഈ സൈന്യം എന്താ? ജീവിച്ചിരിക്കുന്ന സൈന്യമാണ്. ഈ സൈന്യം എന്താ? അവൻ ജീവിതം മടുത്തുപോയ സൈന്യമാണ്. ഈ സൈന്യം എന്താ? മുൻപിലേക്ക് പ്രത്യാശയില്ലാതെ കിടക്കുന്ന സൈന്യമാണ്. അപ്പോൾ പ്രത്യാശയില്ലാത്ത ഒരാളെ കൊണ്ട് ഉത്സാഹമില്ലാത്ത ഒരാൾക്ക് അവരെ സൈന്യത്തിലെടുക്കാൻ പറ്റൂ? ഇല്ല. പക്ഷേ നിൻ്റെ പ്രവചന മുഖാന്തരം അവരൊരു സൈന്യമായി മാറും. സ്തോത്രം. ആമേൻ. അപ്പോൾ ഉൾക്കരുത്തില്ലാത്തവൻ ക്വാളിറ്റി ഇല്ല സൈന്യത്തിന് വേണ്ടി. പക്ഷേ പരിശുദ്ധാത്മാവ് പറയണം, പ്രവാചക, നിൻ്റെ നാവിലൂടെ വരുന്ന ദൈവത്തിൻ്റെ പ്രവചനം മുഖാന്തരം അവനെ ഒരു സൈന്യമാക്കി തീർക്കുന്ന രീതിയിൽ, അവരെ ഒരു സൈന്യമാക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ക്വാളിറ്റി, ഒരു സൈന്യത്തിൻ്റെ ക്വാളിറ്റി ഉടമനമന ദുരമനവശ്യ നിൻ്റെ പ്രവചനത്തിനകത്ത് സ്വർഗം സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. നോക്കണേ, അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുകയാണ്, 12-ാം വാക്യത്തിൽ പറയുകയാണ്, ആമേൻ ആമേൻ, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ രാജ്യത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഇന്നലകളിൽ നിന്നെ വെട്ടിയിട്ടെടുത്ത്, ഇന്നലകളിൽ നിന്നെ മുടിച്ചു കളഞ്ഞെടുത്ത്, ഇന്നലകളിൽ നിന്നെ കൊന്നു കളഞ്ഞെടുത്ത് ആ ശവക്കുഴി സ്വർഗം തുറന്ന് അതിനകത്തു നിന്ന് ജീവനുള്ള ദൈവത്തിനു വേണ്ടി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവം നിന്നെ ദൈവം ഇസ്രായേലിൽ കൊണ്ടുവരും. അതിൻ്റെ പിറകിലൊരു പ്രവചനത്തിൻ്റെ ശക്തി ഉണ്ടാകും. ദൈവത്തിനെന്താ നേരിട്ട് പറഞ്ഞാൽ പോരെ? ഇല്ല. പ്രവാചകൻ, നിൻ്റെ നാവിലൂടെ ഇത് പറയണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിൻ്റെ നാവിലൂടെ ഇത് പുറത്തു വരണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് രാത്രി ആ പദ്ധതിക്ക് മുമ്പിൽ നിങ്ങൾ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാമോ? ഇന്ന് രാത്രി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം, നിങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ അറിയുന്ന ദൈവം ഏത് വിഷയത്തിലും നിങ്ങളെ പരിഹരിക്കുവാൻ, ഏത് വിഷയത്തിനകത്തും വാതിൽ തുറന്നു തരാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, ഇന്ന് രാത്രിയും ആ ദൈവത്തിൻ്റെ കരം ഇവിടെ ചലിക്കുകയാണ് കേട്ടോ. ദൈവശക്തി ഇവിടെ ചലിക്കുകയാണ്. എവിടെയായിരുന്നാലും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പിടിക്കുന്നു. ഉഠമനവനവശ്യ പ്രവാചക, നിൻ്റെ ആധാരത്തിലൂടെ വരുന്ന പ്രവചന ശബ്ദം ഒരു സൈന്യത്തെ പുറത്തു കൊണ്ടുവരും. നിൻ്റെ ആധാരത്തിലൂടെ വരുന്ന പ്രവചന ശബ്ദം ഒരു ഗവൺമെൻറ്റിനെ ബലപ്പെടുത്തും. ഒരു ശക്തിയുള്ള പട്ടാളമാണ് ഒരു ശക്തിയുള്ള ഗവൺമെൻറ്റിൻ്റെ അടയാളമെങ്കിൽ ആ ഗവൺമെൻറ്റിനെ ബലപ്പെടുത്തുന്നത് നിൻ്റെ പ്രവചനമാണ്. നിൻ്റെ നാവിൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ നിസ്സാരക്കാരനല്ല. നീ രാജ്യത്തെ ചലിപ്പിക്കുവാൻ ആത്മാവിൽ കെൽപ്പുള്ളവനാണ്. നീ രാജ്യത്തെ ചലിപ്പിക്കുവാൻ ആത്മാവിൽ ബലമുള്ളവനാണ്. നിൻ്റെ നാവിന്മേലാണ് നിൻ്റെ രാജ്യത്തിൻ്റെ ഭാവി ഇരിക്കുന്നത്. നിൻ്റെ നാവിന്മേലാണ് നിൻ്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. നീ എന്തു പറയുന്നുവോ അത് നടക്കും. ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ ശകാലധാര ദൈവത്തിൻ്റെ പ്രവചനം നാവിന്മേൽ തന്നിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ തന്നെ തള്ളി പിറകിലോട്ട് കളയല്ലേ. ആര് മാറ്റിക്കളഞ്ഞാലും നിങ്ങളുടെ നാവിന്മേലിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ ഇന്ന് രാത്രിയും തിരിച്ചറിഞ്ഞ്, ദൈവമേ, ഞാനത് സ്വീകരിക്കുന്നു. ദൈവം എന്ത് ശുശ്രൂഷ തന്നാലും ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെയോ ചിലർ പുസ്തകത്തിൻ്റെ മുമ്പ് കരയുന്നു. നെഞ്ചിലടിച്ച് കരയുന്നത് പോലെ എവിടേക്കോ ചില വ്യക്തികളെ കർത്താവിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ നേപ്പാളിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ചില സാക്ഷ്യങ്ങളെ കേൾക്കാൻ വേണ്ടി പോകുന്നതായി സ്തോത്രം. വി ബിലീവ് ദാറ്റ് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞത് മാറത്തില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് ചില സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ദിവസങ്ങൾ ഞങ്ങളത് കേൾക്കും. ചില ശുശ്രൂഷ മാറ്റിവെച്ച ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തീകരിച്ചിട്ട് അവരെ ശക്തന്മാരായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കും. ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പടർ ദൈവം പ്രവർത്തിക്കണം. മാറി നിൽക്കുന്നവരുണ്ട്, ഭയപ്പെട്ട് നിൽക്കുന്നവരുണ്ട്,
പേടിച്ച് നിൽക്കുന്നവരുണ്ട്. അവരുടെ നടുവിൽ നിൻ്റെ ശക്തി പകർന്നാട്ടെ, ബലപ്പെടുത്തിയാട്ടെ കർത്താവേ. രാജ്യത്തിൻ്റെ ശക്തി ഇടപെടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ദൈവം മറക്കണം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ജനത്തെ ആശീർവദിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ വചനത്താൽ ജനത്തെ ബലപ്പെടുത്തിയാലും തളർന്നിരിക്കുന്നവരെ, ക്ഷീണിച്ചിരിക്കുന്നവരെ, മടുത്തിരിക്കുന്നവരെ ആത്മാവിൽ ബലപ്പെടുത്തിയാലും ഇന്ന് രാത്രി ഞാനവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.